ഇനി യു ഡി എഫിലെ ചർച്ചകൾ എങ്ങനെയാണ്? യു ഡി എഫ് സീറ്റ് വിഭജനം സമരാഗ്നി ജാഥയ്ക്ക് പിന്നാലെ പൂർത്തിയാക്കും. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം ന്യായം എന്ന കെ മുരളീധരന്റെ പ്രസ്താവന തള്ളി യു ഡി എഫ് കൺവീനർ എം ഹസൻ രംഗത്തെത്തി. ചർച്ച നടക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന് എം ഹസൻ പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ ഇന്നും ഒരു തീരുമാനത്തിലേക്കെത്താൻ യു ഡി എഫ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. സമരാഗ്നി ജാഥ നടക്കുന്നതിനാലാണ് യു ഡി എഫ് ഏകോപന സമിതി യോഗം വൈകുന്നത് എന്നാണ് നേതാക്കളുടെ വിശദീകരണം. എന്നാൽ ലീഗുമായി സമവായത്തിലെത്താൻ കഴിയാത്തതാണ് യഥാർത്ഥ പ്രശ്നം. ഇതിൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഏകോപന സമിതിയുടെ തീയതി തീരുമാനിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ എം ഹസൻ പറഞ്ഞു. ഉടൻ തന്നെ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി യു ഡി എഫ് യോഗം ഉടൻ തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മുസ്ലിം ലീഗിന് 5 or 6 സീറ്റിന് അർഹതയുണ്ടെന്ന കെ മുരളീധരന്റെ പ്രസ്താവന യു ഡി എഫ് കൺവീനർ തള്ളി. അതല്ല മുരളീധരൻ്റെ അഭിപ്രായം. ഞങ്ങൾ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ യു ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കില്ലല്ലോ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ആലപ്പുഴ, കണ്ണൂർ എന്നീ മണ്ഡലങ്ങൾ ഒഴികെയുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. 24 തിരുവനന്തപുരം.